റിയാദ് ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമിന്റെ കോള് വന്നു. ഒരുപാട് നേരം ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ, എന്താണോ യഥാർത്ഥത്തിൽ നടന്നത്, എന്തൊക്കെയാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി അപ്പം വന്നു. അത് ഏറ്റവും ആദ്യം നിങ്ങളോട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. ടെൻമോജോ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു പക്ഷേ അബ്ദുൾ റഹ്മാന്റെ കൃത്യമായ വിവരങ്ങൾ മാത്രം പുറത്തു വിടുന്ന യൂട്യൂബ് ചാനലാണ്. പല ആളുകളും പല നുണകളാണ് പ്രചരിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം അബ്ദുൾ റഹ്മാൻ നേരിട്ടിട്ട് ഷിനുവിനെ വിളിക്കുന്നു. കൃത്യമായി അദ്ദേഹം കുറെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അബ്ദുൾ റഹ്മാൻ എന്തുകൊണ്ടാണ് ഉമ്മയെ കാണാതിരുന്നത് എന്നുള്ളതിന്റെ ചർച്ചകൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ദുഷ്ടനാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോന്റെ അടിയിൽ കമന്റുകൾ ഒരുപാട് വന്നു. 24 കൊടുത്ത ന്യൂസിന്റെ അടിയിൽ ഫുള്ള് മുസ്ലിങ്ങളെയൊക്കെ തേച്ചൊട്ടിക്കുന്ന രീതിയിലൊക്കെ ഒരു കൂട്ടം ആളുകൾ അനാവശ്യമായിട്ടുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വി കെ ബൈജുവിനെ പോലെയുള്ള കുറെ കീടങ്ങൾ അനാവശ്യമായിട്ട് ഓരോ നുണകൾ പടച്ചു വിടുമ്പോൾ കൃത്യമായിട്ട് ഒരു ശബ്ദ സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് കേൾപ്പിക്കാനുണ്ട്. അബ്ദുൾ റഹ്മാൻ ഷിനുമായി സംസാരിക്കുന്നതാണ്. കേൾക്കാം. കൃത്യമായിട്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാം. നിങ്ങളെ വർത്താനം ഒരുപാട് പറയുന്നുണ്ട് ഇപ്പൊ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ജയിലില് ഞാൻ ഇന്നലെ കണ്ടത് ഈ ചങ്ങലറ്റ രൂപത്തിൽ ഞാൻ കാണുന്നതിലാണ് ഞാൻ കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞതും ജയിലിൽ വെച്ച് കാണുന്ന എനിക്ക് മാനസികാവസ്ഥ ഇത്രയും കാലങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള നിങ്ങൾക്കും എന്റെ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയണമില്ലല്ലോ. അന്തരീക്ഷത്തിൽ കാണാനുള്ള തെറ്റാണ് ഞാൻ ആദ്യം നടത്തപ്പെട്ടതിന് മുമ്പേ നടത്തപ്പെട്ടത്. കമ്മിറ്റിക്കാരെന്നെല്ലാം പറഞ്ഞ് ഈ ജയിലിൽ വെച്ചിട്ട് ചങ്ങലിട്ടിട്ട് ജയിലിൽ യൂണിഫോമിലാണ് കാണാൻ പറ്റുക. അത് തന്നെയാണ് ഇന്നലെ കണ്ടത്. ചങ്ങലിട്ടുകൊണ്ടാണ് കണ്ടതും. തിരിച്ചു വന്നിട്ടെല്ലാം കൂടി എനിക്ക് പ്രശ്നം കൂടി ഈ വാക്കുകളൊന്നും ആർക്കും കേൾക്കണ്ട. ആരും കേൾക്കാനും തയ്യാറല്ല. അവർക്ക് പറയേണ്ടതും കേൾക്കേണ്ടതും ഈ ഒരൊറ്റ കാര്യമാണ്. അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളിയാണ് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. എന്തിനാണ് അനാവശ്യമായിട്ട് ഇത്തരം ഭീതി നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ഉമ്മയെ കാണാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആ ജയിൽ വേഷത്തിലും കയ്യിലും കാലിലും ചങ്ങലയിട്ടൊരു കൊടും കുറ്റവാളിയെ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന് ഉമ്മയുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക. കൂടെ 8 പോലീസുകാരുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ എന്നെ ഉമ്മ കാണരുത് എന്ന് ആഗ്രഹിച്ചത് എന്ത് തെറ്റാണുള്ളത്? നമുക്കിപ്പോ പറയാം, പെറ്റ അമ്മയുടെ ആ ഒരു നോവിനെ കുറിച്ച്, ആ ഒരു വിഷമത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഇപ്പോ ആ ഉമ്മക്കുണ്ടായ വിഷമം ആ കാണുന്നതിനേക്കാൾ കൂടുതലുള്ള പ്രശ്നങ്ങളാണ്. കണ്ടതിന് ശേഷം അവർക്ക് ഇപ്പൊ ഉണ്ടാവുന്നത് അയ്യോ എന്റെ മോൻ എന്ത് ഈ ഒരു രീതിയിലായല്ലോ എന്നുള്ളൊരു വിഷമം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് അബ്ദുൾ റഹ്മാൻ പോലും മെന്റലി ആകെ തകർന്ന് ആകെ ഡിപ്രസ്ഡ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരു ഭാഗം നമ്മൾ അനാവശ്യമായി എഴുതി ചേർക്കരുത്, ഒരു ഭാഗം കണ്ട് മറ്റൊരു ഭാഗം നമ്മൾ അനാവശ്യമായി എഴുതി ചേർക്കരുത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും വായടപ്പിക്കണം കുറെ ആളുകളുടെ. അനാവശ്യമായിട്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു കാര്യമില്ലാതെ. പിന്നെ ഇതിൽ 34 കോടി രൂപ കട്ടതിനെ കുറിച്ചിട്ടും രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് സംഘികളും ഇവിടെ കിടന്നിട്ട് വിരകുന്നുണ്ട്. അതിനുള്ള മറുപടിയൊക്കെ ഈ ശബ്ദത്തിലുണ്ട്. കേൾക്കാം. പറയണത് കമ്മിറ്റിനെ അതുപോലെ ജവാദ് നിങ്ങളെ വിളിച്ച് പലതും പറഞ്ഞു തന്ന് ജവാദ് നിങ്ങളെ പറ്റിക്കുകയാണ്, കമ്മിറ്റിക്കാര് സിദ്ദീഖ് പറ്റിക്കുകയാണ്. ഒരിക്കലും ഒരാള് പറ്റില്ല. കാരണം എന്റെ മാനസികാവസ്ഥ ജയിലിൽ കാണണ്ട. അതെ, നമ്മളതിനെയാണ് നമ്മളെ വീഡിയോ നമ്മളതാ പറഞ്ഞത്. എനിക്ക് ഉമ്മനോടുള്ള സ്നേഹം ഉമ്മനെ വിളിക്കുമ്പോൾ ഉമ്മന്റെ ഫോൺ ഓഫാക്കി വെക്കും, അല്ലെങ്കിൽ ഫോൺ കട്ട്. പിന്നെ ഞാൻ ഉമ്മയായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത്. കുട്ടികളെല്ലാം കാണിക്കുന്നു. കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കണ്ടപ്പോ ഇപ്പൊ പല പുതിയ പല ഇത്രയും കാലം സഹായിച്ച സ്വാഗതം കുടുംബത്തിൽ ദൂരെ നല്ല വ്യക്തിയൊക്കെ ഒരുപാട് സഹായിച്ചു. ഓക്കെ, ഉമ്മയെ വിളിക്കുന്നത് ഒന്നാമത് ഉമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠൻ ഫോൺ കൊടുക്കുന്നില്ല എന്നാണ്. ജ്യേഷ്ഠൻ എന്താണ് ഇതിൽ കളിയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല, കട്ട് ചെയ്യുന്നു, അത് ഓഫാക്കി വെക്കുന്നു. അടുത്ത കാര്യം, ഇനി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ സംസാരിച്ച ശബ്ദം മുഴുവൻ എടുത്ത് പല ആളുകളും വിട്ടുകൊടുക്കുക. അപ്പൊ ഉമ്മയോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ആ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഉമ്മക്കറിയില്ല, ഉമ്മക്ക് എന്തറിയാനല്ലെങ്കിലും പാവാണത്. അതിനെ പറ്റിക്കുക. ഈ പാവത്തിന്റെ ശബ്ദം വിറ്റ് കാശാക്കാൻ യൂട്യൂബറൊക്കെ ഇട്ട് കൊടുക്കുക. ആ യൂട്യൂബർമാര് പറയുന്ന കുറെ കാര്യങ്ങൾ കള്ളത്തരാണ്. കുറച്ച് നല്ലത് ഉണ്ടാവാതിരിക്കാം, പക്ഷെ കുറെ കാര്യങ്ങൾ കള്ളത്തരാ. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 34 കോടി രൂപ കൊടുത്ത ആളുകള്
മുഴുവൻ പൊട്ടന്മാരായില്ലേ, ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനു കൊടുത്തു എന്നുള്ള ഒരു പ്രചരണമാണ് ഈ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യനൊക്കെ വി കെ ബൈജു ഒക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് വി കെ ബൈജുവിന്റെ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ തോന്നില്ല. അമ്മോ, അത്ര വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുന്നു, യൂട്യൂബർമാർക്ക് ഇട്ടുകൊടുക്കുന്നു. പിന്നെ അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചവിട്ടി മാറ്റിക്കൊണ്ട് പുതിയ ആളുകൾ രംഗത്ത് വരുന്നു. ഓക്കെ, ജനങ്ങളുടെ സഹായം കൊണ്ടാണ് ഇത്രയും എല്ലാം വധശിക്ഷ ഒഴിവാക്കി തന്നെ അറിഞ്ഞില്ല. വധശിക്ഷ ഒഴിവാക്കി തന്നതിന് വലിയൊരു അള്ളാന്റെ അനുഗ്രഹം കൊണ്ടും ജനങ്ങളുടെ സഹായം കൊണ്ടാണ് എല്ലാം ഉണ്ടായി. എല്ലാ ജനങ്ങൾക്ക് നന്ദി കടപ്പാടും ആയിരിക്കും. ഞാൻ പിന്നീട് ആശ്രമങ്ങാട്ടേക്ക് സംസാരിച്ചാണ് എന്റെ സമ്മതം. എന്റെ സമ്മതം എന്റെ കുടുംബത്തിന് ഇങ്ങനെ നോക്കണ്ട. എന്റെ ജയത്തിന് എന്നെ തല്ലി പറയും. ജയത്തിന് ഇന്നെ പുറത്തിറക്കാനുള്ള ഉദ്ദേശമില്ല. എന്താണ് കാട്ടിക്കൂട്ടുന്നത് കേൾക്കാം. മനസ്സിലായി. ആശ്രമങ്ങാട്ടുന്ന റിസ്കിലാണ് ഈ ഇതെല്ലാം സഹായിച്ച് ജനങ്ങൾ, നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും എല്ലാരും കൂടി സഹകരിച്ചിട്ടാണ് ഈ ഒരു സംരംഭത്തെ തയ്യാറാക്കിയത്. നമ്മുടെ എംബസി മുഖാന്തരം ഒഴിവാക്കി തന്നതും എല്ലാം ഇവരുടെ സഹായം കൊണ്ടാണ്. പിന്നെ ആവശ്യമില്ലാത്ത കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ ഇന്ന് പറയുന്നത് 15 ലക്ഷം കൊടുത്തിട്ടില്ല, 5 ലക്ഷമുള്ളൂ, ബാക്കി കമ്മിറ്റിക്കാർ മറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അത് വാസ്തവിരുദ്ധ. കാരണം എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. കോടതി മുഖാന്തരം എന്റെ മുമ്പില് ജഡ്ജിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പൈസ എംബസി കൊടുത്തത്. 15 മില്യൺ അവിടെ സ്വീകരിച്ചതും കുടുംബത്തിന് വീതിച്ച് കൊടുത്തതിന്റെ കണക്കും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. ആ കുടുംബത്തിന് എത്രത്തെ വീതിച്ചെടുത്തിന് അതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഇത് കമ്മിറ്റിക്കാരൊന്നല്ല പൈസ കൊടുത്തത്, നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത എംബസിയിലേക്കാണ്. എംബസിയാണ് ഇവിടുത്തെ കോടതിയിലേക്ക് കൊടുത്തത്. ഇവര് സഹായത്തിന് നിയമസഭാ കമ്മിറ്റി ബാക്കി കാര്യങ്ങൾ നീക്കം ചെയ്യാൻ വേറെ കൂടെ നിന്നത്. എല്ലാ ഉത്തരവാദിത്വം എംബസിക്കാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ കണ്ടല്ലോ, അത് വലിയൊരു കാര്യം. എങ്ങനെയായാലും എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇതാണ് ഒരാള് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് അബ്ദുൾ റഹ്മാന്റെ കയ്യിൽ എന്തൊക്കെയോ പേപ്പറുകളുണ്ട്. ആ പേപ്പറുകളൊക്കെ ഞങ്ങള് വാങ്ങുമെന്നുള്ള ഭയം കൊണ്ടാണ് ഉമ്മയെ കാണാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ വീഡിയോയിൽ പറഞ്ഞു കേട്ടു. ശരിയാണ്. ആ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയ എന്താവും അവസ്ഥ? അത് പരമാവധി നിങ്ങൾ വലിച്ചു കീറില്ലേ, വൃത്തികേടുകൾ പറയില്ലേ എന്നുള്ളതാണ്. 15 മില്യൺ രൂപ, 15 മില്യൺ ഡോളർ, അതായത് 34-35 കോടി രൂപ കൃത്യമായി ഇന്ത്യൻ എംബസി മുഖാന്തരം ഇവിടെ കൃത്യമായി കോടതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട് എന്ന് ആരെ പറയുന്നത്? അബ്ദുൾ റഹ്മാനാണ് പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിലെ ഒരു മുസ്ലിം ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇവിടെ. മുസ്ലിം നാമത്തിൽ വന്ന വലിയ പ്രശ്നമാണ് ഇവിടെ. ആ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സംഘിണികള് അനാവശ്യമായിട്ട് ഇമാതിരി ഊളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ പടച്ചോൻ എന്നൊരാളുണ്ട്, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതുമായിക്കോട്ടെ ഒരു നാൾ നിനക്ക് തിരിച്ച് നിന്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെ അതിനുള്ള മറുപടി ചോദിക്കും. ആ മറുപടി കൊടുക്കാൻ നിനക്ക് കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം വലിയ ഡയലോഗ് അടിക്കും, ഞാൻ സംഘിയാണ്, ഹിന്ദുവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കണം. ഏതു ദൈവമാണെങ്കിലും, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ, നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അതിന് നരകതുല്യമായ ജീവിതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അത് കിട്ടേണ്ടിടത്ത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളും ആരുടെ കയ്യിലുണ്ട്? അബ്ദുൾ റഹ്മാന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നാട്ടിലേക്ക് വരട്ടെ, കൃത്യമായി അതെല്ലാം പുറത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് യാതൊരു തരത്തിലും എന്നെ നാട്ടിലേക്ക് വരുത്തണം എന്ന ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു രക്ഷാദൗത്യത്തിലുണ്ടായിരുന്ന ആ ഒരു സമിതിയെ അദ്ദേഹം മാറ്റി നിർത്തുകയും പുതിയതായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയും ചെയ്യുമ്പോൾ, വരരുത് എന്ന് പറഞ്ഞിട്ടും വരുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നാണ് അബ്ദുൾ റഹ്മാന് സംശയിക്കുന്നത്. കാണാൻ പറ്റില്ലോ ഉമ്മനെ കണ്ട് അതിനെ ഒരു വല്ലാത്തൊരു മോശമായ സിറ്റുവേഷനാണ് ഉമ്മനെ കണ്ടത്. അതെ, എന്നാലും ഉമ്മക്ക് കുറച്ചൊരു സന്തോഷമുണ്ടോ? പുറത്ത് വിളിച്ച സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചായ കുടിച്ച് ആക്കിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ കേട്ടത്. പക്ഷെ എന്റെ മാനസികാവസ്ഥ ഉമ്മന്റെ മാനസികാവസ്ഥ എനിക്കും ഉമ്മക്കെ അറിയുള്ളൂ. പുറത്ത് കാണുന്നവർക്ക് അറിയത്തില്ല. കാലിൽ തങ്ങല കിടക്കുന്നത് ജയിലിൽ യൂണിഫോമില് അത്രയും ഒരു 5-8 പോലീസുകാരെ സൈഡിൽ നിൽക്കുന്നത്. തനിയാ ഒറ്റക്ക് റൂമിലും നല്ല എല്ലാ പോലീസുകാർ മുമ്പിൽ വെച്ചിട്ട് 5-8 പോലീസുകാരുടെ കൂടെ ഒരു യൂണിഫോമിലാണ്, ഞാൻ ജയിലിന്റെ യൂണിഫോമില്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ തിരിച്ചു വന്നൊരു ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നിപ്പോ പുറത്ത് വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അതെ, ഒരു പറഞ്ഞത് അങ്ങനെയാണ്. ഒരു റൂമില് ചായ കൊണ്ടുവന്ന് ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു, ഭയങ്കര ഹാപ്പിയായി.
അങ്ങനെയൊക്കെ ഒരു ആ മാനസികാവസ്ഥ എനിക്ക് എന്റെ ഉമ്മക്ക് അറിയുള്ളൂ. ഉമ്മ തിരിച്ചു പോയത് എങ്ങനെയാണ്, എന്റെ രൂപം കണ്ട എത്താനും മറ്റേ മനസ്സിലല്ല ഉമ്മക്ക് അറിയുള്ളൂ. സത്യം ഉമ്മനെ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്ന അല്ലടാ ഉമ്മക്ക് എന്താ അറിഞ്ഞിട്ടാ. ഞാൻ എന്റെ ഉമ്മാനായിട്ട് ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ജ്യേഷ്ഠൻ തടസ്സം. ഉമ്മയായിട്ട് കോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലും കയ്യിലും ചങ്ങല ഏന്തി പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ട് ആ ഒരു നീല യൂണിഫോമിലാണ് ഉമ്മയെ കാണാൻ വരുന്നത്. ഉമ്മയുടെ ആ ഒരു മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടോ. വെറുതെ അനാവശ്യമായിട്ട് നുണകൾ പടച്ചു വിടുമ്പോ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ആ പെറ്റുമ്മയെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ രൂപത്തിൽ ഉമ്മ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പെരുമാറുന്നത്. അപ്പൊ അതിനെയൊക്കെ വേറെ രീതിയിൽ കാണുന്നതൊക്കെ ശരിയാണോ? ഇപ്പൊ ഉമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്ത് സങ്കടം ഉണ്ടാവും ആ രീതിയിൽ കണ്ടത്? അദ്ദേഹം എങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് എത്തി നാട്ടിലെത്തി ഉമ്മയെ ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു രീതിയിലെങ്കിലും കാണട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെ? അതൊക്കെ തകർക്കല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പണി കൊടുക്കാൻ ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നില്ലേ? അതുകൂടാതെ ഒന്നും അറിയാത്ത കുറെ യൂട്യൂബർമാർ അനാവശ്യമായി ഭീതി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നു. അദ്ദേഹം എല്ലാ രേഖകളും സമർപ്പിച്ചു, ഫണ്ട് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കൃത്യമായ എവിഡൻസ് അദ്ദേഹത്തിന്റെ കയ്യിൽ പേപ്പേഴ്സ് ആയിട്ട് തന്നെ ഉണ്ട്. പുറത്തേക്ക് അത് എത്തിക്കുന്നില്ല. നമ്മൾ വിചാരിച്ചൊരു കാര്യം വെച്ചാൽ അദ്ദേഹം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളത്. പക്ഷേ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രെൻമോജോ എന്ന ആ ഒരു യൂട്യൂബറെ അദ്ദേഹം വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. കൃത്യമായി അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിന്റെ മരുമകനോട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. പിന്നെ ഉമ്മയോട് സംസാരിക്കുന്നത് കട്ടെടുത്തുകൊണ്ട് പല രീതിയിലും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അവരുടേതായ രീതിയിൽ യൂട്യൂബർമാര് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടുത്തെ കറക്റ്റ് അദ്ദേഹത്തിനെ വിളിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. 27 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഞാൻ അതിൽ നിന്നും ആ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കട്ടിങ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ട് ഉമ്മയെ കാണാൻ തയ്യാറായില്ല, ഉമ്മയെ കണ്ട ആ ഒരു അവസ്ഥ എന്തായിരുന്നു, പിന്നെ അദ്ദേഹത്തിനെ ആരൊക്കെയോ ചതിക്കാൻ ശ്രമിക്കുന്നു. ഇത്ര ഭാഗങ്ങളെ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി ഒരുപാടുണ്ട്. അത്ര നേരമൊന്നും ഇനി കുറെ ആളുകൾ വീഡിയോ നീണ്ടുപോകുന്നു എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ അജാലനായിക്കൊണ്ടിരിക്കാൻ തോന്നും. കാരണം അത് എന്റെ മുസ്ലിം സഹോദരങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിക്കുന്ന കുറെ കീടങ്ങളെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാനും തോളിൽ കൈയിട്ട് നടക്കുന്നത് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനൊക്കെ ഉള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്. അപ്പൊ അവരെയൊക്കെ അതിൽ ഗണത്തിലേക്ക് പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവുന്ന വികാരം അത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ പലപ്പോഴും വലുതായി നീണ്ടു പോകുന്നത്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഇതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു കാര്യവും ഇല്ലാത്ത കുരക്കുന്ന സംഖ്യകളുണ്ട്. ആ സംഖ്യകളുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഒരടിയായിരിക്കണം ഓരോ ഷെയറും എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെക്കും ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണേ. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.